പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഈ സംഭവത്തിൽ ഉണ്ടായേക്കും. 13 വയസ്സ് മുതൽ നിരന്തരം ചൂഷണം നേരിട്ടതായാണ് പെൺകുട്ടിയുടെ മൊഴി. 60ഓളം പേർ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പോക്സോ കേസിൽ പ്രതികളിൽ കൂടുതലും പെൺകുട്ടിയുടെ വീടുമായി അടുപ്പമുള്ളവരാണെന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ്. കായിക താരമായ പെൺകുട്ടിയെ പരിശീലകരടക്കം പീഡിപ്പിച്ചു. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് 5 പേരുടെ അറസ്റ്റിലേക്ക് എത്തിയത്. സന്നദ്ധ സംഘടനയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പെൺകുട്ടി തന്നെയാണ് അറിയിച്ചതെന്നും അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞു. മംഗളാസമാഖ്യ എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ കാണുന്നതും കുട്ടി ഇവരോട് ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടിക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് ഓപ്പൺ അപ്പ് ആവണം എന്നുള്ള നിലയ്ക്കൊരു ആവശ്യമാണ് അവരോട് ഉന്നയിച്ചത്. അപ്പോൾ ആ മംഗളാസമാഖ്യയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. അവർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെയും കുട്ടിയുടെ അമ്മയും അവിടെ CWC ഞങ്ങൾ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്താണ് കുട്ടിക്കുണ്ടായ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ചിലരുടെയെങ്കിലും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ, ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യ ഇരുപത്തിൻ്റെ പറഞ്ഞു. പക്ഷേ നമുക്ക് CWCന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അത് കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേരുൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. അതിൽ പേരുകളുണ്ട്, അവരുടെ പ്രായത്തെ സംബന്ധിച്ച് സൂചനയുണ്ട്, എവിടെ വെച്ച് എന്തൊക്കെ എന്നുള്ള നിലയ്ക്കുള്ള വിവരണങ്ങളുണ്ട്. പക്ഷെ അതിനുശേഷം ഈ കുട്ടിയുടെ ഈ ഫോൺ നമ്പർ, ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. ഈ 2 റിപ്പോർട്ടും നമ്മൾ പല സ്റ്റേഷൻ പരിധികളിൽ വരുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു മോണിറ്ററിങ് സംവിധാനം കുറെ കൂടെ സൂപ്പർവിഷൻ ഇത് കുറെ കൂടെ ഭേദപ്പെടുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് തന്നെ കൊടുക്കുന്നത്. ശശി നാരായണൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശശി, ചിലപ്പോഴൊക്കെ യാഥാർത്ഥ്യം കഥയേക്കാൾ അവിശ്വസനീയമായിരിക്കും. അതുപോലൊരു വാർത്തയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ 5 വർഷമായി പീഡനത്തിനിരയാവുന്നു. 62 പേർ പീഡിപ്പിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൽ 42 പേരുടെ വിവരങ്ങൾ ഈ കുട്ടി തന്നെ ഫോൺ നമ്പർ വഴി കൈമാറുന്നു. ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ വീടുമായി അടുപ്പമുള്ളവർ, കുടുംബവുമായി അടുപ്പമുള്ളവർ, ഈ പെൺകുട്ടിയുമായി തന്നെ പ്രത്യേകിച്ച് കായിക പരിശീലകരടക്കം അടുപ്പമുള്ളവർ, അങ്ങനെ ഒരു നിരന്തര പീഡനത്തിനിരയായ പെൺകുട്ടിയാണ് ഇപ്പോൾ വിവരങ്ങൾ തുറന്നു പറയുന്നത്. 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞല്ലോ. എന്താണ് ഈ കേസിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് പോലീസ് ആലോചിക്കുന്നത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മളിത് ഇന്നലെ തൊട്ട് ഈ വാർത്ത ഇങ്ങനെ തുടർച്ചയായി നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് തന്നെ പല പ്രതികളിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോൺ നമ്പറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. അത് കൃത്യമായി 40ഓളം പേരുടെ ലിസ്റ്റുകൾ ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോൺ നമ്പറിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ പ്രതികളുടെ പ്രായവും അവരുടെ മേൽവിലാസം അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 5 പേരെയാണ് കേസുമായി ബന്ധപ്പെട്ട്, ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 5 പേരെയും അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ റാന്നി കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു പ്രതി പോക്സോ കേസിലെ പ്രതിയാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തി കൂടിയാണ്. അങ്ങനെ 5 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ കായിക താരമായ ഒരു പെൺകുട്ടിയാണ്. കായിക പരിശീലകരടക്കം, സഹപാഠികളടക്കം, കായിക സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അങ്ങനെ അച്ഛന്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ വലിയ ഒരു ചങ്ങല പോലെ നീണ്ടുപോകുന്ന പ്രതികൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത. 13 വയസ്സിൽ തുടങ്ങിയ പീഡനം 18 വയസ്സ് പൂർത്തിയാകുന്നവരെയുള്ള സമയത്തിനിടയിൽ നടന്ന പീഡനത്തിലാണ് ഈ അത്തരം ആളുകളുടെ 64ഓളം പേരോളം
ഉള്ള പേരടങ്ങുന്ന ലിസ്റ്റ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരോടാണ് പെൺകുട്ടി ഇക്കാര്യം ആദ്യം തുറന്നു പറയുന്നത്. തുടർന്ന് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയിക്കുന്നു. അങ്ങനെ ആ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയായി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കേസിന്റെ ഗൗരവം, ഇതിന്റെ വലുപ്പം മനസ്സിലാക്കിക്കൊണ്ട് ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവി ഈ കേസ് വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. പത്തനംതിട്ട DSP നന്ദകുമാറാണ് കേസിന്റെ അന്വേഷണ ചുമതല. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്. ജില്ലയ്ക്ക് പുറത്ത് തിരുവനന്തപുരത്തുള്ള, ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്തും അടക്കം ജില്ലയിലുള്ള ആളുകൾ കൂടി, പ്രതികൾ കൂടി ഈ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൂരമായ ഒരു പീഡനത്തിന് ഒരു കായിക താരമായ പെൺകുട്ടി വിധേയമായിരിക്കുന്നു. അതിന് കൃത്യമായ ഒരു ഈ വീടുകളിൽ കൊണ്ടുപോയും അതുപോലെ തന്നെ കാറുകളിൽ വെച്ചും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും പല സ്ഥലങ്ങളിൽ എത്തിച്ചുമാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത്. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. അതുകൊണ്ട് തന്നെ പോക്സോ കേസാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ പ്രതികളൊക്കെ ചിലർ നാട് വിട്ടുപോയിട്ടുണ്ട്, ചിലർ വിദേശത്താണ്, ചിലരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടക്കുന്നു. അതുകൊണ്ട് പ്രതികളെ സംബന്ധിച്ചുള്ള സൂചനകളോ വിവരങ്ങളോ പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. അത്തരമൊരു വിവരം പുറത്തു വന്നാൽ സ്വാഭാവികമായും പ്രതികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രഹസ്യ സ്വഭാവം തന്നെ പോലീസ് ഇത് സൂക്ഷിക്കുന്നു. കഴിഞ്ഞ 4 ദിവസത്തിന് മുന്നാണ് ഈ ഒരു വിവരത്തിലേക്ക്, ഈ പെൺകുട്ടി പീഡിപ്പിച്ച വിവരത്തിലേക്ക് എത്തുന്നത്. ആ വിവരം ഇന്നലെയാണ് പുറത്ത് അറിയുന്നത്. പെൺകുട്ടി തന്നെയാണ് സന്നദ്ധ പ്രവർത്തകരോട് ഇത്തരത്തിലൊരു പീഡനത്തെക്കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അത്തരത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകരാണ് പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് CWC സമീപിക്കുകയും തുടർന്ന് പോലീസിലേക്ക് എത്തുന്നതും. എന്തായാലും പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോൺ നമ്പറിലേക്കാണ് ഈ പെൺകുട്ടിയുടെ ഈ കേസിലെ പ്രതികളുടെ ഫോൺ നമ്പറുകൾ സേവ് ചെയ്ത് വെച്ചിരുന്നത്. ആ നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പോകുന്നത്. അതിൽ 40ഓളം പ്രതികൾ നൽകിയത്. തീർച്ചയായും ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ വലിയ രീതിയിൽ വികസിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഒരു പെൺകുട്ടിയെ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 5 വർഷം വീടുമായി കുടുംബവുമായി വളരെ അടുപ്പമുള്ള ആളുകൾ തുടർച്ചയായി പീഡിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരൊക്കെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്, ഈ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട്.